ഈ കുടുംബത്തിന് നന്മ വരണമെന്ന ലക്ഷ്യത്തോടു കൂടി പൂജ ചെയ്യുന്ന ഏതൊരാളെയും കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കാരണന്മാർ കാണത്തുള്ളൂ. അച്ഛൻ പറയുന്നത് ശരിയാമ്മേ. അമ്മ കല്യാണിയുടെ മനസ്സ് കാണാത്തതിന്റെ കുഴപ്പം ഈ കുടുംബത്തിന്റെ നന്മ ആഗ്രഹിക്കുന്നവര് ഈ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെയാ. അവരുടെ പ്രാർത്ഥനകളെ തടസ്സപ്പെടുത്തുകയല്ല, പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്. കൊള്ളാം. കല്യാണിയുടെ കാര്യം വന്നപ്പോ അച്ഛനും മോനും ഒരേ നാക്ക്. ദേ, നിങ്ങൾ രണ്ടുപേരും ഇനി എന്തൊക്കെ വാദിച്ചാലും കല്യാണി എനിക്ക് തൃച്ചംബരത്തെ ഒരു ജോലിക്കാരി മാത്രം, അല്ലാതെ തൃച്ചംബരത്തെ ഒരു സ്ഥിരം അംഗമായോ കുടുംബാംഗമായോ എനിക്ക് കാണാൻ പറ്റില്ല. ഈ തൃച്ചംബരം തറവാടിനൊരു അന്തസ്സുണ്ട്, അതൊന്നിന്റെ പേരിലും കളങ്കപ്പെടുത്താനാവില്ല. കാരണവ കോപത്തിന്റെ ഫലമാണോ ഈ അനർത്ഥങ്ങളെന്ന് ഭയക്കുന്ന നേരത്താ ഇപ്പൊ ഈ കുടുംബവുമായി യാതൊരു ബന്ധമില്ലാത്ത കല്യാണി കാരണവർ പൂജ ചെയ്യുന്നത്. ഈ പൂജ കാരണവന്മാരെ എങ്ങനെ അംഗീകരിക്കും? ഇത് പൂർവിക ശാപം വരുത്തിവെക്കും. അതുകൊണ്ട് തന്നെ കാരണവർ പൂജ കല്യാണി ചെയ്യാൻ പാടില്ല, ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അഖില, ഒരു നിമിഷം. നീ ദൂരെ നിന്ന് കല്യാണി എന്നൊന്ന് വിളിച്ചാൽ നിന്റെ മുന്നിൽ പതറി നിൽക്കുന്ന കല്യാണി ഇപ്പൊ നീ അടുത്ത് ചെന്ന് കല്യാണി എന്ന് അലറി വിളിച്ചിട്ടും അവൾ ആ ശബ്ദം കേട്ടില്ല. അത്രയ്ക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ് അവൾ. അവൾക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അവൾ അറിയുന്നില്ല. അതാണ് അർപ്പണബോധത്തോടെയുള്ള പ്രാർത്ഥന. അത് അവൾക്കോ അവളുടെ കുടുംബത്തിനോ വേണ്ടിയല്ല, നമുക്ക് നല്ലതിനു വേണ്ടിയാ, നമ്മുടെ കുടുംബത്തിലെ അനർത്ഥങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയാ. അന്തസ് അഭിമാനം എന്നൊക്കെ പറഞ്ഞ് നീ കല്യാണി ചെയ്യുന്ന ഈ പൂജ പകുതിക്ക് മുടക്കി വെച്ചാൽ ദൈവദോഷമുണ്ടാകും. ദൈവകോപം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാ. ദേവി, ഇത് അച്ഛനും അമ്മയും എന്റെ ഈ തീരുമാനം അംഗീകരിക്കണം. ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യം ഞാൻ അമ്മോട് ചോദിച്ചു. ആ തെറ്റിന് ഞാൻ എന്റെ അമ്മയുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാം. മാപ്പ്. എപ്പോഴത്തെയും പോലെ എന്റെ പ്രോ എം ഡി ആയിട്ടിരുന്നാ മതി. ഞാൻ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെല്ലാരും ആഗ്രഹിക്കുന്ന പോലെ വലിയ ആളായിട്ട് കാണിക്കാം. അതുപോലെ എന്റെ ബ്രോയ്ക്ക് വേറൊന്നിനുമല്ല ഈ എം ഡി സ്ഥാനം. ഇതിലൂടെ നിനക്കൊരു ധൈര്യവും ആത്മവിശ്വാസവും കിട്ടും. നീ വലിയൊരു ബിസിനസ്സുകാരനാവും, എനിക്ക് ഉറപ്പാ. മാഡം, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. വലിയ കുഞ്ഞൊരിക്കലും അനിയ കുഞ്ഞിനെ ഒന്നിലും മാറ്റി നിർത്തില്ലെന്നാ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കമ്പനി ഭാഗം വെക്കണമെന്ന് നന്ദന മേഡം ആവശ്യപ്പെടുമ്പോ വലിയ കുഞ്ഞ് കമ്പനി ഭാഗം വെക്കില്ലെന്നും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുമെന്നും എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. കാരണം വിലാസിനി മേഡം പറഞ്ഞതുപോലെ വലിയ കുഞ്ഞും അനിയും കുഞ്ഞും തൃച്ചംബരത്തെ രാമലക്ഷ്മണന്മാർ തന്നെയാ. അതുകൊണ്ടാ എനിക്ക് നന്ദന മേഡത്തിനോട് അങ്ങനെ പറയേണ്ടി വന്നത്. അതിന്റെ കാര്യകാരണങ്ങൾ നിന്നോട് ഞാൻ ചോദിച്ചോ? ഇല്ലല്ലോ. അതുകൊണ്ട് ആസ്ഥാനത്ത് കയറി അഭിപ്രായമൊന്നും പറയണ്ട. നിനക്ക് അടുക്കളയിലല്ലേ ജോലി, പോയിക്കോ. കല്യാണി നിൽക്ക്. ഞാൻ അരവിന്ദനെ വഴക്ക് പറഞ്ഞത് അവൻ കാര്യമാക്കിയില്ലെങ്കിലും
നിനക്കത് അപമാനം ഉണ്ടാക്കിയെന്നറിഞ്ഞപ്പോ പാടില്ലായിരുന്നു എന്ന് തോന്നി. ക്ഷമിച്ചേക്ക്. നീ ആഗ്രഹിച്ചതുപോലെ, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ അരവിന്ദ് വലിയൊരാളാവും. ഉറപ്പ്. അതിന്റെ ഒരു തുടക്കമായിട്ട് കണ്ടാൽ മതി ഇതിനെ. ഇവളിത് എന്ത് കാണിക്കുക? നന്ദന, നീ എന്തായി കാണിക്കുന്നു? നന്ദന, നീ എന്തിനാ ഡോക്യുമെന്റ്സ് കീറിക്കളയുന്നത്? കല്യാണി, ആദ്യം നീ ചെയ്യുന്നതെന്തും തെറ്റായിട്ടേ തോന്നൂ. പക്ഷേ അത് ഈ കുടുംബത്തിന്റെ നന്മയ്ക്കായിരുന്നു എന്ന് അതിന്റെ അവസാനം ബോധ്യപ്പെടും. നിനക്ക് നല്ലതേ വരൂ. കമ്പനികൾ ഭാഗം വെച്ച് രാമലക്ഷ്മണന്മാർ പരസ്പരം വാളെടുക്കുമെന്ന് കരുതിയപ്പോ നന്ദനയ്ക്ക് മാതൃകാ മരുമകൾ പട്ടം. പ്രിയങ്ക, ഹലോ. എന്തായി ഗംഗ? തൃശ്ശൂരത്തെ നന്ദന സമരം വിജയത്തിലെത്തിയോ? പറഞ്ഞു, ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് രണ്ടായി പിളർന്നില്ലേ? പിളർന്നു. കമ്പനികൾ അരവിന്ദിന്റെ പേരിലും എഴുതി വെച്ചു. ഗുഡ്. അപ്പോ ഞാൻ നന്ദനെ മീറ്റ് ചെയ്തതിന് ഫലം കണ്ടു. നന്ദനെ കണ്ടെന്നോ? എപ്പോ? ആനന്ദ് അരവിന്ദിനെ വഴക്കു പറഞ്ഞത് നന്ദനയ്ക്ക് അപമാനമായിന്ന് നീ എന്നോട് ഫോൺ വിളിച്ചു പറഞ്ഞില്ലേ? അതെ. അന്ന് നന്ദന പോകാറുള്ള റെസ്റ്റോറന്റിൽ വെച്ച് ഞാൻ അവളെ കണ്ടു. കണ്ടത് വെറുതെ അല്ല, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ തന്നെയാണ്. ഞാൻ പറഞ്ഞത് തൃച്ചംബരം വീതം വെക്കണമെന്നല്ല, കമ്പനികളെ രണ്ടാക്കി ഒരു ഭാഗം അരവിന്ദിനെ ഏൽപ്പിക്കണമെന്നാ. നിന്റെ പ്ലാനും പദ്ധതികളൊക്കെ വളരെ വളരെ നന്നായിരുന്നു. പക്ഷേ നീ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. എന്താ ഗംഗി നീ പറയുന്ന? അതെ പ്രിയങ്ക, നിന്റെ പ്ലാനുകൾ പോലെ തന്നെ കാര്യങ്ങൾ 90% വരെ എത്തിയതാ. അഡ്വക്കേറ്റ് ഭാഗപത്രവും തയ്യാറാക്കി എത്തി. ആ വക്കീലിനെ എനിക്കും നിനക്കും നന്നായി അറിയാം. അഡ്വക്കേറ്റ് രാജലക്ഷ്മി. വല്യുഞ്ഞോ? താങ്ക്സ്. താങ്ക്സോ? എന്തിന്? നന്ദനയുടെ പ്രശ്നത്തിൽ തൃച്ചംബരത്തെ മൂത്ത മരുമകളുടെ ഉത്തരവാദിത്വം നന്നായിട്ട് നിറവേറ്റിയതിന്. അനിയൻകുഞ്ഞിന് വേണ്ടി കമ്പനി മുഴുവൻ എഴുതി കൊടുക്കാൻ തയ്യാറായ വല്യുഞ്ഞിന്റെ മനസ്സുണ്ടല്ലോ. അതിന് മുന്നിൽ ഞാൻ ചെയ്തൊന്നും ഒന്നുമല്ല. അല്ലെങ്കിൽ തന്നെ നീ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്ത പല കാര്യങ്ങളും പുറത്തു പറഞ്ഞിട്ടില്ലല്ലോ.
ഇതിലും പ്രിയപ്പെട്ടതാ എനിക്കെന്റെ വല്യ കുഞ്ഞ്. കല്യാണിയുടെ ജീവിതത്തിൽ വിലയിടാനാവാത്ത സമ്പാദ്യം. ഗംഗേ, പ്രിയങ്ക വല്ലാതെ കോപിച്ചിരിക്കുകയാണ്. അഖിലാണ്ടേശ്വരിയെ തകർക്കാൻ എന്ത് പദ്ധതികൾ പ്ലാൻ ചെയ്താലും അതെല്ലാം പരാജയപ്പെടുകയാണ്. അതിലവൾക്ക് വല്ലാത്ത ദുഃഖവും അതിലേറെ കോപവുമുണ്ട്. പരാജയം നമ്മൾ മനഃപൂർവ്വം ഏറ്റുവാങ്ങുന്നതല്ലല്ലോ ശ്രീനിയേട്ട. അതെ, അക്കാര്യത്തിൽ അവൾ എന്തെങ്കിലും നിന്നോട് ദേഷ്യപ്പെട്ടാൽ നീ അത് കാര്യമാക്കണ്ട കേട്ടോ. കോഫി വേണോ? വേണ്ട. അല്ല, ഇതെന്താ ഒരു കപ്പ് കോഫി തിരികെ കൊണ്ടുവന്നത്? മുറിയിൽ അരവിന്ദ് സാർ മാത്രമേ ഉള്ളൂ, നന്ദനമ്മയുടെ ഇല്ല. നന്ദനമ്മയുടെ ഇല്ലേ? രാവിലെ ഇതെവിടെ പോയി? ഞാൻ കോഫി അവിടെ വെച്ചപ്പോ അരവിന്ദ് സാർ പറഞ്ഞു, വെക്കണ്ട, മാഡം ഇവിടെ ഇല്ല, കോഫി കൊണ്ടുകൊള്ളാൻ. ഞാൻ രാവിലെ മുതൽ ശ്രദ്ധിക്കുക. നിന്റെ മുഖം എന്താ കല്യാണി ഇങ്ങനെ വാടിയിരിക്കുന്നത്? ഏയ്, ഒന്നുമില്ല സുജാതേച്ചി. അതല്ല, നിനക്കെന്തോ സങ്കടമുണ്ട്. എന്നോട് പറയാവുന്നാണെങ്കിൽ പറയേ. നിന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് ചോദിച്ചതാ. നിന്നെ അന്യനാക്കി മാറ്റി നിർത്താനല്ല. ഇനൊരു ദുർബലനാവരുത്. ഹലോ, ആരാ? എന്തു വേണം? ചോദിച്ചത് കേട്ടില്ലേ? ആരാന്ന്? പിരിവിന് വന്നതാണെങ്കിൽ ഓഫീസിൽ ചെന്നാ മതി. അത്തരം ഇടപാടുകളൊക്കെ അവിടെയാ. അതല്ല, മറ്റെന്തെങ്കിലും ആവശ്യമാണെങ്കിൽ എന്നോട് പറഞ്ഞാ മതി. അല്ല, എനിക്ക് മനസ്സിലായില്ല. ചോദ്യം മനസ്സിലായില്ലെന്നാണോ അതോ ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലെന്നാണോ? രണ്ടും. ഞാൻ ഇവിടുത്തെ മൂത്ത മരുമകളാ. ഇപ്പൊ മനസ്സിലായോ? അല്ല, താനാരാ? തനിക്കെന്താ വേണ്ട? എനിക്കൊന്നും വേണ്ട. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മകന്റെ കല്യാണം കഴിഞ്ഞിരുന്നു, ഞാൻ അറിഞ്ഞില്ല. അത് വഴിയെ പോകുന്നവരൊന്നും അറിയണമെന്നില്ല. അങ്ങനെയുള്ളവരെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. സഹദേവനോ? ഏട്ടത്തി, ഏട്ടാ, സഹദേവ, നിനക്കൊരു മാറ്റമില്ലല്ലോടാ. നീ എന്താ ഒരറിയിപ്പും ഇല്ലാതെ ഒരു വരവ്?
അതെ ഏട്ടത്തി, ഒരു ബിസിനസ് ആവശ്യമായിട്ട് ശ്രീലങ്ക വരെ വന്നതാ. അപ്പൊ പിന്നെ ഇവിടെ വന്ന് നിങ്ങളെ എല്ലാവരും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. നന്നായി. യാത്രയൊക്കെ സുഖമായിരുന്നോ? സുഖം. ആ, നീ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. ഇതാണ് ഗംഗ. പരിചയപ്പെട്ടു. പറഞ്ഞതുപോലെ വിലാസിനി എവിടെ? ജയന്തി, വിലാസിനി വിളിക്ക്. വേണ്ട, വിലാസിനി പുറത്ത് കാറിൽ ഇരിപ്പുണ്ട്. വിലാസിനിയുടെ വീട് വരെ ഒന്ന് പോണം. അവളെങ്ങനെ സഹദേവന്റെ കൂടെ വന്നു? ഞാൻ വിലാസിനെ വിളിച്ച് വണ്ടിയായിട്ട് എയർപോർട്ടിൽ വരാൻ പറഞ്ഞിരുന്നു. എന്റെ വരവ് ഒരു സസ്പെൻസ് ആയിരിക്കണമെന്നും പറഞ്ഞു. നമുക്ക് വിലാസിനെ ഒന്ന് കണ്ടിട്ട് വന്നാലോ? വേണ്ട, ഇപ്പൊ ആരും വിലാസിനെ കാണണ്ട. അവളൊരല്പം നീരസത്തില. അവളുടെ വീട്ടിലേക്ക് പോകണ്ടെന്ന് പിരിവാശി. പറ്റില്ല എന്ന് ഞാനും. എന്റെ അനുവാദമില്ലാതെ കാറിൽ നിന്ന് ഇറങ്ങരുതെന്ന് പറഞ്ഞിരിക്കുക. വല്യുഞ്ഞേ, കാത്തുനിന്ന് മുഷിഞ്ഞോ? നിനക്ക് വേണ്ടി ഒരു യുഗം മുഴുവൻ കാത്തു നിന്നാലും എനിക്ക് മുഷിയില്ല കല്യാണി. ആ പിന്നെ അച്ഛൻ കുളിക്കാൻ കയറിയതൊക്കെ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് വേഗം പോണം. എന്തിനാ വല്യുഞ്ഞി വിളിച്ചത്? എന്താ കല്യാണി, ഞാൻ ആദ്യമായിട്ട് നിന്നെ വിളിക്കുന്നത് പോലെ. അതെ, ഭാര്യയും ഭർത്താവും ഒക്കെ ശരി തന്നെയാ. അച്ഛന്റെ വഴക്ക് ഞാൻ കേൾക്കേണ്ടി വരും. ഓ, അല്പം വഴക്കൊക്കെ കേൾക്കേണ്ടി വരും. എനിക്ക് വേണ്ടിയല്ലേ? ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. ചില സന്തോഷ വാർത്തകളൊക്കെ നേരിട്ട് പങ്കുവയ്ക്കാനാ നിന്നെ ഞാൻ വിളിച്ചത്. ആ, എനിക്കറിയാം. വിലാസിനിമയുടെ ഇവിടെ വിട്ടു പോയ കാര്യമല്ലേ? അതെ, അങ്ങനെ തൃച്ചംബരത്ത് നിന്ന് ഒരു വലിയ ശല്യം ഒഴിഞ്ഞു കിട്ടി. സഹദേവൻ സാറ് പെട്ടെന്ന് വരികയും കൊണ്ടുപോവുകയും ചെയ്തല്ലോ. എന്താ കാര്യം? അതിന്റെ പിന്നില് നമ്മുടെ അച്ഛൻ തന്നെയാ. എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നവരല്ലേ കല്യാണി? ഇളയമ്മയാ തൃച്ചംബരത്തിന്റെ അസ്വസ്ഥത. ഇപ്പോ അത് മാറി. പക്ഷേ ഈ സഹദേവ സാറിന് സമാധാനം ഉണ്ടാവോ? ഇളയച്ചന് ഏതു നേരവും തിരക്കല്ലേ, ഇതൊന്നും ശ്രദ്ധിക്കാൻ നേരം ഉണ്ടാവില്ല. പിന്നെ അവിടെ ഫ്ലാറ്റിലല്ലേ താമസം. പല ഭാഷക്കാര്, പല സ്വഭാവക്കാര്, ആരും പരസ്പരം അറിയ പോലുമില്ല. ഓരോരുത്തർക്കും അവരവരുടെ കാര്യം. ഇനി അഥവാ ഇളയമ്മ ആരെങ്കിലും പരിചയപ്പെട്ട അവര് വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് പോന്നോളൂ. ചുരുക്കി പറഞ്ഞ നമുക്കിനി ആരെയും പേടിക്കണ്ട. ഒളിഞ്ഞു നിന്ന് കേൾക്കാനും മറഞ്ഞു നിന്ന് കാണാനും ഇളയമ്മ ഇല്ലല്ലോ. തൃച്ചംബരത്തെ ഏത് പൂമരങ്ങൾക്ക് കീഴിൽ നിന്നും നമുക്ക് പ്രണയിക്കാം. തൃച്ചംബരത്തെ ഈ രാക്കാറ്റും രാക്കുയിലിന്റെ പാട്ടും പെയ്തിറങ്ങുന്ന പൂനിലാവും ആവോളം ആസ്വദിക്കാം. ഒറ്റയ്ക്ക് നിന്നങ്ങ് ആസ്വദിച്ചോ. രാക്കുയിലിന്റെ പാട്ടും പെയ്തിറങ്ങുന്ന പൂനിലാവും രാക്കാറ്റും ഒക്കെ ആസ്വദിച്ച് നിന്നാലേ വീട്ടിൽ ചെല്ലുമ്പോ ഒരു സുനാമി കുളി കഴിഞ്ഞിങ്ങ് ഇറങ്ങും. പിന്നെ എന്നെ പടിയടച്ച് പിണ്ടം വെക്കും. അപ്പഴേ ഞാൻ പോണേ. കല്യാണി നിൽക്ക്. ഏട്ടൻ എന്നെ കാത്തു നിൽക്കായിരുന്നു തോന്നുന്നു. തോന്നലല്ല, അതാണ് സത്യം. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെയും ശിവരാമകൃഷ്ണന്റെയും രാജകുമാരനെ പോലത്തെ മകൻ അതേ വീട്ടിലെ അടുക്കളക്കാരിയെ പ്രേമിക്കുന്നത് നമ്മുടെ തറവാടിന്റെ അന്തസ്സിനും പാരമ്പര്യത്തിനും ചേർന്നതാണോ? അവൾ എന്നോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം ഇതാണ്. എനിക്ക് ഉത്തരം മുട്ടിപ്പോയി. എനിക്ക് ഉത്തരം പറയാൻ പറ്റാത്ത ഈ ചോദ്യത്തിന് ഏട്ടന് ഉത്തരം തരാൻ കഴിയുമോ? പറയ്. നിനക്ക് ചോദിക്കാനുള്ള എല്ലാം ചോദിച്ചു തരട്ടെ, എന്നിട്ട് ഒടുവിൽ ഞാൻ മറുപടി പറയാം. വിലാസിനി ചോദിച്ച അടുത്ത ചോദ്യം, അവൾ തൃച്ചംബരത്തെ ആരാണ്? ഏട്ടന്റെ അഖിലേട്ടത്തിന്റെ അനിയത്തി, തൃച്ചംബരത്തെ സഹദേവന്റെ ഭാര്യ. അവൾക്ക് ഈ കുടുംബത്തോട് ഉത്തരവാദിത്വമില്ലേ?
ഈ തറവാടിന്റെ അഭിമാനം സംരക്ഷിക്കാൻ അവളും ബാധ്യസ്ഥയല്ലേ? ഈ തറവാടിന്റെ കുലമഹിമയും ആഭിജാത്യവും മുറുകെ പിടിച്ചു അത് പവിത്രമായി സംരക്ഷിക്കാൻ പാടുപെടുന്ന അഖിലേട്ടത്തെ സഹായിക്കേണ്ടത് അവളുടെ കടമയല്ലേ? ഈ തറവാട്ടിലെ മൂത്ത മകനാണ് ആനന്ദ്. ഇളയ മകൻ അരവിന്ദനെ കൂടാതെ ആനന്ദിനെ കണ്ടു വളരുന്ന മറ്റു 2 കുട്ടികൾ കൂടിയുണ്ട് ഇവിടെ, ഞങ്ങളുടെ മക്കൾ. ആനന്ദ് ഒരു അടുക്കളക്കാരിയെ വിവാഹം കഴിച്ചാൽ ഭാവിയിൽ അതേ മാർഗം സ്വീകരിക്കാൻ ഒരു മടിയും കാണിച്ചെന്ന് വരില്ല ഞങ്ങളുടെ 2 മക്കളും. അവിടെ വിലാസിനി ആന്റി നാട് കടത്താനുള്ള ഗൂഢാലോചന നടക്കുക. നാട് കടത്താനുള്ള ഗൂഢാലോചനയോ? അതെ, ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതാ. വിലാസിനി ആന്റി ഗൾഫിലേക്ക് കൊണ്ടുപോവാനാ സഹദേവൻ അങ്കിള് വന്നത്. വിസ റെഡിയാക്കാൻ അത്ര വെയിറ്റ് ചെയ്യുന്നത്. ജയന്തി, നേരാണോ നീ പറയുന്നത്? ഞാൻ ഇന്ന് കഴിച്ച ചിക്കൻ സൂപ്പാണ് സത്യം. വേഗം എന്തേലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ സഹദേവൻ അങ്കിള് വിലാസിനി ആന്റിയും കൊണ്ട് തൃച്ചംബരത്തുനിന്ന് പോവും. ഗംഗേ, ആരെ ഇപ്പൊ വിളിക്കുന്നേ? ഞാനൊന്ന് വിലാസിനി ആന്റിയെ വിളിക്കട്ടെ. നീ പറഞ്ഞ സത്യമാണോന്ന് അറിയാലോ. ഗംഗയെ വിലാസിനി ആന്റിയെ വിളിച്ചാ കിട്ടില്ല. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കാണെന്ന് തോന്നുന്നു. ഞാൻ ഒരുപാട് വട്ടം വിളിച്ചു നോക്കി. ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ നീ വിളിച്ചോ. ഞാനിപ്പോ വിളിക്കുന്ന വിലാസിനി ആന്റി അല്ല, പ്രിയങ്ക. അവിടെ നിന്ന് പുറപ്പെടുന്നതും തിരിച്ചെത്തുന്നതും. ശരി, ഞങ്ങൾ വരാവേ. ശരി. ഹലോ. കട്ടായി. നമ്മളെ ഒന്ന് നേരിട്ട് കാണണമെന്ന്. ഫോണിലൂടെയുള്ള പറച്ചില് അപകടകരമാണെന്നാണ് പ്രിയങ്ക പറയുന്നത്. കല്യാണി, നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നത്? അതല്ല വല്യുഞ്ഞെ, ഞാൻ നന്ദന മാഡത്തിന്റെ കാര്യം ചോദിച്ചപ്പോ അനിയുഞ്ഞ് ആദ്യം ഒഴിഞ്ഞു മാറുമായിരുന്നു. പിന്നീട് നിർബന്ധിച്ച് ചോദിച്ചപ്പോഴാ എന്നോട് നന്ദന മാഡം 2 ദിവസത്തേക്ക് വീട്ടിൽ പോയതാണെന്ന് പറഞ്ഞത്. കല്യാണി, അരവിന്ദ് പറഞ്ഞു തന്നെയായിരിക്കും സത്യം. കമ്പനി ഭാഗം വെപ്പിക്കാൻ നോക്കിയതിന്റെ കുറ്റബോധം അമ്മയെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായേക്കാം. അതായിരിക്കും ഇങ്ങനെ പെട്ടെന്നൊരു പോക്കിന് കാരണം. മാത്രമല്ല, അവൾക്കൊരു ബിസിനസ് മീറ്റ് ഉണ്ടെന്ന് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. എന്നാലും അത് അനിയുഞ്ഞിന് സങ്കടമായിട്ടുണ്ട്. ഇന്ന് എന്റെ കെട്ടിയോൾക്ക് കരയാനൊരു കാരണമായല്ലോ. നന്ദന നല്ല കുട്ടിയാ. അവളുടെ മനസ്സിന്റെ വലിപ്പം നമ്മൾ ആ കമ്പനിയുടെ കാര്യത്തിൽ കണ്ടതുവാ. ഇളയച്ചൻ പറയുന്നത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അതെ, തൃച്ചംബരത്തിനൊരു പ്രൗഢിയോ അന്തസ്സും ഉണ്ട്. അതെന്റെ ഏട്ടത്തി, നിന്റെ അമ്മ നന്നായി കാത്തു സൂക്ഷിക്കുന്നുമുണ്ട്. അതങ്ങനെ തന്നെ പോട്ടെ. നിനക്കും എനിക്കും ഈ തറവാടിനുമൊക്കെ അത് തന്നെയാ നല്ലത്. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. പ്രായത്തിൻ്റെതായ ചില തോന്നലുകൾ നിന്നിലും ഉണ്ടായിട്ടുണ്ടാവാം. അത് വലിയ അപരാധമാണെന്നൊന്നും ഇളയച്ചൻ പറയുന്നില്ല. പക്ഷേ അകറ്റി നിർത്താനുള്ളതൊക്കെ അതാതിന്റെ സമയത്ത് അടർത്തി മാറ്റിയേക്കണം. ഇളയച്ചൻ ഉദ്ദേശിക്കുന്നത് അതെന്താണെന്ന് നിനക്ക് നന്നായിട്ടറിയാം. ദാസേട്ടന്റെ മകളുടെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. ഇളയച്ച, ആനന്ദ്,
അവർക്ക് അവരുടേതായ ഒരു ലോകമുണ്ട്, ഒരു ചെറിയ ലോകം. അതിൽ അച്ഛനും മകളും സന്തോഷം കണ്ടെത്തുന്നുമുണ്ട്. ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ച് ആ കുടുംബത്തിന്റെ സന്തോഷം ഊതിക്കെടുത്തരുത് നീ. അതല്ല, നീ എന്റെ ഏട്ടനും ഏട്ടത്തിക്ക് അപ്പുറത്തായി അങ്ങ് വളർന്നിട്ടുണ്ടെന്ന് വല്ല തോന്നലും വന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെയാ. ഈ തൃച്ചംബരത്ത് എന്റെ ഏട്ടനും ഏട്ടത്തിയും പറയുന്നതായിരിക്കും അവസാന വാക്ക്. ആനന്ദൻ, നീ എന്താ ഇങ്ങനെ മാറിപ്പോയത്? ഏട്ടത്തിയുടെ വാക്ക് ധിക്കരിക്കുന്നവനായിരുന്നില്ലല്ലോ നീ. അമ്മയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന മകൻ. ഈയിടെ നീ പല പ്രാവശ്യങ്ങളായിട്ട് ഏട്ടത്തിയോട് തട്ടിക്കയറിയതായിട്ട് ഞാൻ അറിഞ്ഞു. അതും എവിടെ നിന്നും വലിഞ്ഞു കയറി വന്ന ഒരു അടുക്കളക്കാരി പെണ്ണിനു വേണ്ടി. ഞാനിവിടെ ഉള്ളപ്പോ ഇളയവനെ കൊണ്ടായിരുന്നു ഏട്ടത്തിക്ക് സ്വൈര്യക്കേട്. ഇപ്പോ അവനെ എങ്ങനെയെങ്കിലും ഒന്ന് കരക്കടിപ്പിച്ചപ്പോ നീ ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലേ ഏട്ടത്തിയെ തോൽപ്പിക്കാൻ. എടാ, നീയൊക്കെ കാണിക്കുന്നത് കണ്ടും കെട്ടും സഹിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട് ഇവിടെ, എന്റെ ഏട്ടൻ. ആ ഹൃദയം തുന്നിക്കെട്ടി വെച്ചിരിക്കുകയാണെന്ന കാര്യം മറക്കരുത് നീ. ബെല്ലടിക്കുന്നുണ്ടോ? ബെല്ലൊക്കെ ഉണ്ട്, പക്ഷെ എടുക്കുന്നില്ലല്ലോ. നീ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്ക്. ഗുഡ് മോർണിംഗ് അങ്കിളെ. നീ കുറെ നേരമല്ലോ വിളിക്കാൻ തുടങ്ങിയിട്ട്. നീ വിളിച്ചുകൊണ്ടിരിക്കുന്നതേ എന്റെ കയ്യിലിരിക്കുന്ന ഫോണിലാ. നീയൊക്കെ കൂടിയാ വിലാസിനെ ഇത്ര വഷളാക്കുന്നത്. എടി, നിനക്കൊന്നും ഒരു പണിയുമില്ലേ? കണ്ടവരുടെ കുറ്റവും കുറവും കണ്ടെത്തി ഏഷണിയും പരദൂഷണവും പറഞ്ഞ് ഇത്തിൽ കണ്ണികളെ പോലെ അന്യരുടെ അന്നവും തിന്ന് ചീർക്കുന്ന കെട്ട ജന്മങ്ങൾ. വിലാസിനായിട്ട് നിനക്ക് എന്താടി ഏർപ്പാട്? അത് അങ്കിളെ, പിന്നെ അയ്യോ, ഇത് ഞാൻ ദുബായ് വെച്ച് എന്റെ ഡയറി ചുവന്ന മഷി കുറിച്ചിട്ടതാ. ഇത് തരാതെ പോയാലേ എനിക്കൊരു മനസമാധാനവും കിട്ടില്ല. സ്വന്തം കുടുംബവും ഒരുത്തിന്റെ ജീവിതവും തകർത്തിട്ട് മറ്റുള്ളവരുടെ സ്വസ്ഥത നശിപ്പിക്കാൻ നടക്കുന്നു. നിന്നെ ഇവിടെ തള്ളിയിട്ട് പോയ നിന്റെ ആദരണീയരായ അച്ഛനെയും അമ്മയും ഒന്ന് കാണണമെന്ന് കരുതിയതാ. ഇതുപോലൊരു പാരിതോഷികം അവർക്കും കൊടുക്കണമായിരുന്നു. അതിന് സമയം കിട്ടാതെ പോയി. അടുത്ത തവണ ഞാനിവിടെ വരുമ്പോ നിന്നെ ഒന്ന് ഈ തൃച്ചംബരത്തിന്റെ പരിസരത്ത് പോലും കണ്ടുപോരുന്നു. മനസ്സിലായോടി? മനസ്സിലായി. തൃച്ചംബരത്തിന് ചുറ്റും കുറെ ഭൂതഗണങ്ങളും ഉപദേവതകളും എല്ലാത്തിനെ ആവാഹിച്ച് ഏതെങ്കിലും അരയാലിൽ തളച്ച് ഇതിനു ചുറ്റും പുണ്യാഹം തളിക്കണം. ശാപിക്കപ്പെട്ട ജന്മങ്ങൾ. അയ്യോ, അങ്കിളിന്റെ കൈ ഇരുമ്പോലൊക്കെയാണോ? എന്റെ അണപ്പല് പെണ്ണിലും പോലെയായി.